നമസ്കാരം. ഭാരത് ലൈവിൽ ഇന്ന് നമ്മളോടൊപ്പം ഒരു പുതിയ അതിഥി എത്തിയിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ സന്ദീപ് തമ്പാനൂർ. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുകയാണ്. ശ്രീ സന്ദീപ് തമ്പാനൂർ, നമസ്കാരം. അങ്ങേക്ക് സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരംകാരുടെ ഓരോ ശ്വാസത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് ശ്രീപത്മനാഭസ്വാമിയും ശ്രീപത്മനാഭൻ പള്ളി കൊള്ളുന്ന ആ ക്ഷേത്രവും. പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് സമീപകാലത്ത് നിരവധി വാർത്തകൾ, ഒട്ടും ശുഭോദർക്കമല്ലാത്ത വാർത്തകൾ പുറത്തു വന്നു. നമുക്കറിയാം, ആ ക്ഷേത്രം എങ്ങനെയാണ് ഇന്ന് ലോകപ്രശസ്തമായിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അമൂല്യമായ സമ്പത്തിന് ഉടമയാണ് ശ്രീപത്മനാഭൻ. അത്യപൂർവങ്ങളായ, വിലമതിക്കാൻ കഴിയാത്ത പുരാവസ്തു മൂല്യം പോലും വളരെ കൂടുതലായിട്ടുള്ള വസ്തുക്കൾ, അമൂല്യ വസ്തുക്കൾ അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ആ ക്ഷേത്രം എത്രയോ ലക്ഷം കോടി രൂപയുടെ മുതലാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ക്ഷേത്രം ഇന്ന് വലിയ ലോകപ്രശസ്തമായൊരു നിലയിലേക്ക് ഉയർന്നത്. ഇരിക്കട്ടെ, ഇപ്പോൾ സമീപകാലത്ത് അവിടെ നിന്ന് പല സാധനങ്ങളും പുറത്തേക്ക് കടത്തി എന്ന ഒരു വാർത്ത പുറത്തു വന്നു. അതിനെ ചൊല്ലി പല സംസാരങ്ങളും നടന്നു, പല ചർച്ചകളും നടന്നു. നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിരന്തരം അത് സംബന്ധിച്ച വാർത്തകൾ വന്നു. ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് എന്ന നിലയ്ക്കും വ്യക്തിപരമായി ആ ക്ഷേത്രവുമായിട്ട് അടുപ്പമുള്ള ഒരാളെന്നുള്ള നിലയ്ക്കും താങ്കൾക്ക് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ പറഞ്ഞതുപോലെ അമൂല്യമായ വസ്തുക്കൾ അവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അതോ ഇത് വെറും കെട്ടുകഥയാണോ? എന്താണ് ഇതിൻ്റെ വാസ്തവം? നമസ്കാരം. ഒരൊറ്റ വാക്കിലാണ് അതിന് ഉത്തരം പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഈ ഏറ്റവും അവസാനമുണ്ടായ ഈ വിവാദം, അത്തരത്തിൽ യാതൊരു സംഭവവും അവിടെ നടന്നിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതായത് ഹിന്ദു ഐക്യവേദിയുടെ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് അങ്ങനെയാണ്. അവിടെ ചില പ്രശ്നങ്ങളുണ്ടാകാം. നമുക്കറിയാം, അതിൻ്റെ ഭരണ സംവിധാനം, ഈ മാധ്യമങ്ങളൊക്കെ പ്രത്യേകിച്ച് കഴിഞ്ഞ 2013 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ഭരണ സംവിധാനം നിലവിൽ വരുന്നത്. ആ വിധി വന്ന സമയത്ത് തന്നെ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അവിടുത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ച് നിരവധിയായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു നമ്മുടെ സമൂഹത്തിൽ. വളരെ സുപ്രീം കോടതിയുടെ ആ ജഡ്ജ്മെൻറ്റിൽ പറയുന്ന ഈ ഭരണ സംവിധാനം വളരെ കാര്യക്ഷമമാണ് എന്നുള്ള വിലയിരുത്തലാണ് പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. കാരണം ഞാൻ അതിനെ പറഞ്ഞതിന് ശേഷം വിവാദത്തിലോട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം അവിടുത്തെ ഭരണ സംവിധാനം ഒരു ഭരണസമിതിയും ഒരു ഉപദേശക സമിതിയുമാണ് സുപ്രീം കോടതി അവിടെ നിയമിക്കപ്പെട്ടിട്ടുള്ളത്. സുപ്രീം കോടതിയിൽ നിന്ന് അവിടെ നിയമിക്കപ്പെട്ടിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് അവിടുത്തെ ഭരണ സംവിധാനം എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി സുപ്രീം കോടതി 2 സമിതികളെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ആ സമിതി എങ്ങനെയാണ് അതിൽ ആളെ നിശ്ചയിക്കേണ്ടതെന്ന് വളരെ കൃത്യമായിട്ടാണ് ആ വിധിയിൽ പുറപ്പെടുവിക്കൽ പറഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരത്തെ ജില്ലാ ജഡ്ജി ചെയർമാനായിട്ടുള്ള സമിതി, ആ ഭരണസമിതിയിൽ ക്ഷേത്രത്തിൻ്റെ മുഖ്യ തന്ത്രി തരണനല്ലൂർ ആരാണോ ആ കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ തന്ത്രം വഹിക്കുന്ന ഏറ്റവും ഉന്നതനായിട്ടുള്ള മുഖ്യതന്ത്രിയായിട്ടുള്ള ആളാണ് ആ ഭരണസമിതിയിൽ അംഗം. ഇപ്പോൾ അത് ഗോവിന്ദൻ നമ്പൂതിരിപ്പാടാണ്. തരണനല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് അദ്ദേഹമാണ് ഇന്ന് ആ ഭരണസമിതിയിലുള്ളത്. മറ്റൊന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി, മറ്റൊന്ന് കേരള സർക്കാരിൻ്റെ പ്രതിനിധി, സംസ്ഥാന സർക്കാരിൻ്റെ. അതിനുശേഷം രാജകുടുംബത്തിൽ ട്രസ്റ്റി നോമിനേറ്റ് ചെയ്യുന്ന ഒരു അംഗം, അത് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ രാജകുടുംബാംഗം ഹിസ് ഹൈനസ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാനാണ് ഇന്ന് ആ ഇതിലുള്ളത്. അങ്ങനെ കൃത്യമായി 5 പേര് ആരാണെന്ന് കൃത്യമായി പറയുന്ന ഒരു ഭരണ സംവിധാനവും
ഉപദേശക സമിതിയെ നിശ്ചയിക്കാനും കോടതിയുടെ ആ വിധിയിൽ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നോമിനേറ്റ് ചെയ്യുന്ന റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജായിരിക്കണം ആ ഉപദേശക സമിതിയുടെ ചെയർമാൻ, തലവൻ. അതല്ലാതെ ട്രസ്റ്റിയും അതുപോലെ തന്നെ ചെയർമാനും കൂടി നിശ്ചയിക്കുന്ന മറ്റൊരംഗം, അതിൻ്റെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അങ്ങനെ 3 പേരടങ്ങുന്ന ഒരു ഉപദേശക സമിതിയുമാണ് ഇന്ന് നിലവിലുള്ളത്. ആ ഉപദേശക സമിതിയിലെ ഒരംഗം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന ഏറ്റവും സീനിയറായിട്ടുള്ള തൻ്റെ ഭരണ സമയങ്ങളിലെല്ലാം തന്നെ കൃത്യമായി തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ള അഴിമതിയുടെ യാതൊരു കറയും പുരളാത്ത ടി ബാലകൃഷ്ണൻ IAS ആണ് ഇന്ന് അവിടുത്തെ ഉപദേശ സമിതിയുടെ മറ്റൊരംഗം. പിന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അങ്ങനെ വളരെ കൃത്യമായി 8 പേരുടെ ഒരു ഭരണ നേതൃത്വത്തിലാണ് ആ ക്ഷേത്രം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇത്തരത്തിൽ ഒരു വ്യാജ ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് തയ്യാറാക്കിയതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ആ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് ആ ചുമതലാബോധം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ആ ഗൗരവത്തെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ആരോപണം ഉന്നയിക്കുന്നത്. കാരണം നമുക്കറിയാം 2013 ഈ ഭരണ സംവിധാനം നിലവിൽ വന്നതിന് ശേഷം നിരവധിയായിട്ടുള്ള വ്യാജ വാർത്തകൾ ക്ഷേത്രത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള ഒരു കാര്യത്തിലും യാതൊരു രീതിയിലും കഴമ്പുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അതിനെ ആ രീതിയിൽ തന്നെ മാധ്യമ പ്രവർത്തകർ നടത്തിയ ആ വിശകലനത്തെ ആ ഗൗരവത്തിൽ തന്നെയാണ് ഇവിടുത്തെ ഭക്തജനങ്ങളും ഹൈന്ദവ സംഘടനകളും എല്ലാം കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ കുറേയധികം നാളുകളായി ചില തൽപര കക്ഷികൾ ചില ഗൂഢാലോചനയുടെ പുറത്ത് നടത്തിയിട്ടുള്ള ചില വ്യക്തമായിട്ടുള്ള ഈ ഇത്തരം ദുരാരോപണങ്ങൾ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തുന്നതിനും ക്ഷേത്രഭരണത്തെ ഇല്ലായ്മ ചെയ്യുവാനും ഭക്തജനങ്ങളുടെ മനസ്സിൽ കളങ്കം ചാർത്തുവാനും വേണ്ടി ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഇത്തരം വാർത്തകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഹിന്ദു ഐക്യവേദിക്കുണ്ട്, ഭക്തജനങ്ങൾക്കുണ്ട്. അത് കാണാതെയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും അച്ചടി മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മഞ്ഞപ്പത്രത്തിലോ അല്ല വന്നിട്ടുള്ളത്. ഇന്ന് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരള പോലീസിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനത്തിൽ നിന്ന് അത്തരം ഒരു ആരോപണം അല്ലെങ്കിൽ അങ്ങനെ റിപ്പോർട്ട് ഉയർന്നു വരിക എന്ന് പറഞ്ഞാൽ അതിന് വളരെ ഗൗരവമുണ്ട്. അത് പ്രത്യേകം അന്വേഷിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ്. അപ്പോൾ താങ്കൾ പറയുന്നത് ഈ ഔദ്യോഗികമായി പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് ഇത്തരത്തിൽ, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ നഷ്ടപ്പെടുന്നു, അത് അവിടുന്ന് കളവ് പോകുന്നു എന്ന് പറയുന്നത് ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഈ റിപ്പോർട്ട് താങ്കളത് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം കൂടി വിശദീകരിക്കേണ്ടതുണ്ട്. അതിലേക്കും കൂടി ഒന്ന് പോയാൽ നല്ലതായിരുന്നു. അതെ, അത് ഞാൻ പറഞ്ഞു വന്നതാണ്. കാരണം ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അനുമാനത്തിൽ ഇത് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതെ, കഴിഞ്ഞ മാസം 15-ാം തീയതി ഇൻ്റലിജൻസ് ADGP ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് കൈമാറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻ്റലിജൻസ് ADGP DGPക്ക് കൈമാറുകയും DGP ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് കൈമാറുന്ന ഒരു റിപ്പോർട്ടിന് അത്യന്തം ഗൗരവമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. പക്ഷേ എന്തടിസ്ഥാനത്തിലാണത്? കാരണം ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഉത്തരവാദിത്തപ്പെട്ട സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ യാതൊരു രീതിയിലുള്ള പ്രതികരണങ്ങളും നടത്തിയില്ല. കാരണം ഇതിന് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഭരണസമിതി അംഗങ്ങളുമായും അവിടുത്തെ ചെയർമാനുമായും ഒക്കെ ഞങ്ങൾ ഇതിന് നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ എല്ലാം കൃത്യമായ നിരീക്ഷണം ഇത്തരത്തിലൊരു കളവ് നടന്നിട്ടില്ല എന്ന് തന്നെയാണ് അവർ ഞങ്ങളെ ബോധിപ്പിക്കാൻ ശ്രമിച്ചതും. അതിനുശേഷം അവർ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കേരളത്തിലെ മാധ്യമങ്ങളുടെ എല്ലാം ലീഡ് ന്യൂസായിരുന്നു അന്നത്തെ ദിവസം. ആ ലീഡ് ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണസമിതി കൃത്യമായി അത് പരിശോധിക്കപ്പെടുകയും അവർക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്തിരുന്നു. പത്രക്കുറിപ്പ് ഞാനും കണ്ടായിരുന്നു. അല്ല, അവിടെ ഒരു സംശയം. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇടയ്ക്ക് ഒരു ചെറിയ സ്വർണ്ണ ദണ്ട് കാണാതെ പോവുകയും പിന്നീട് അത്
ക്ഷേത്ര മതിൽക്കകത്ത് മണലിൽ പുതഞ്ഞു കിടന്ന നിലയിൽ അത് കണ്ടെത്തുകയും ചെയ്തു. അതുപോലെ ഒരു ഈ പൂത്തട്ടം, ഉരുളി, ഇങ്ങനെ ചില സാധനങ്ങൾ ചില ഭക്തർ ഇത് അറിയാതെ വീട്ടിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തു എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. ഇതെല്ലാം സംശയാസ്പദമല്ലേ? ഇതെല്ലാം ദുരൂഹത വളർത്തുന്നില്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ കഴിയും അവിടെ നിന്ന് അമൂല്യമായ വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? അല്ല, ഞാൻ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത്. അല്ല, ഇത്തരം സംഭവങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിലും പെട്ടിട്ടില്ലേ? പെട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഈ പൂവട്ട ഇതൊരു വീഴ്ചയായിട്ട് ഹിന്ദു ഐക്യവേദി കരുതുന്നു? തീർച്ചയായിട്ടും വീഴ്ചകളുണ്ട്. വീഴ്ചകളെ വീഴ്ചകളായിട്ട് തന്നെ കാണണം. അത് പരിശോധിക്കപ്പെടണം. ഉത്തരവാദികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തന്നെയാണ് ഹിന്ദു ഐക്യതയുടെ നിലപാട്. പക്ഷേ വ്യാജ വാർത്ത ഉണ്ടാക്കിക്കൊണ്ട് അത്തരത്തിലുള്ളൊരു പുകമറ സൃഷ്ടിക്കുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കൃത്യമായി പറയാം. ഈ പൂത്തട്ടകയും അതുപോലെ തന്നെ ഈ പറയുന്ന ഉരുളിയും ഒക്കെ സ്വർണ്ണദണ്ട് നിൽക്കട്ടെ, ഈ രണ്ട് കാര്യങ്ങളും ഏത് വർഷം നടന്നതാണ്? ഏത് കാലയളവിലാണ് നടന്നത്? അതിനെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ടുണ്ടോ? ഇവിടെ എല്ലാ നീതിന്യായ സംവിധാനമുണ്ട്, അന്വേഷണ സംവിധാനമുണ്ട്, സർക്കാരിനുണ്ട്, എല്ലായിടത്തും ഉണ്ടല്ലോ. എവിടെ FIR രേഖപ്പെടുത്തിയിട്ടുണ്ട്? അപ്പോൾ ഈ സംഭവങ്ങൾക്ക് FIR ഇല്ല എന്നാണ്? പരാതിക്കാരനുമില്ല, FIR-ഉം ഇല്ല, നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ഒഫീഷ്യലി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ സ്വർണ്ണദണ്ഡുമായി ബന്ധപ്പെട്ട് ഒരു FIR ഉണ്ട്. ആ FIR ഞാൻ കഴിഞ്ഞ 2013 ശേഷം നാളിതുവരെ ഞാൻ മനസ്സിലാക്കുന്നത് ക്ഷേത്ര മോഷണവുമായി ബന്ധപ്പെട്ട ഒരേ ഒരു FIR മാത്രമാണുള്ളത്. അത് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ സ്വർണ്ണദണ്ഡുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആ സ്വർണ്ണദണ്ഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം ഏതുവരെയായി? ഇത് ഞങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമാണ്. എന്തുകൊണ്ട് ആ അന്വേഷണം മുന്നോട്ട് പോയില്ല? ഇത് പോലീസല്ലേ വ്യക്തമാക്കേണ്ടത്. പോലീസ് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് കൃത്യമായ നടപടി എടുക്കുന്നില്ല? എൻ്റെ അറിവിൽ അപ്പോൾ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി നിന്ന ജീവനക്കാരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി പോലീസ് തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ ആ നുണപരിശോധനയ്ക്ക് വേണ്ടി ആ തീരുമാനമെടുത്തതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഈ അന്വേഷണം എങ്ങോത്തിയില്ല. ആരുടെ കുഴപ്പമാണത്? അത് ഹൈന്ദവ സംഘടനകളുടെ കുഴപ്പമാണോ? ഭരണസമിതിയുടെ കുഴപ്പമാണോ? അല്ല, തീർച്ചയായിട്ടും പോലീസാണ് അതിന് മറുപടി പറയുന്നത്. വീഴ്ചയാണ്. ആ വീഴ്ചയെ തുറന്നു കാണിക്കാനും കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അവിടെ ഈ ക്ഷേത്രം പൂർണ്ണമായിട്ടും പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ്. CCTV-കൾ അടക്കം വെച്ചിട്ടുണ്ട്. വേറൊരു വലിയ ആക്ഷേപം ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ആവശ്യമുള്ള സ്ഥലത്ത് CCTV വെച്ചിട്ടില്ല, ആവശ്യമുള്ള സ്ഥലത്ത് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടില്ല. ഉള്ള CCTV-കൾ തന്നെ കാലപ്പഴക്കം ചെന്നതാണ്, പലതും പ്രവർത്തിക്കുന്നില്ല. ഇത്രയേറെ ലോകപ്രശസ്തമായ അമൂല്യ വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ, വലിയ പൗരാണിക മൂല്യങ്ങളുള്ള വസ്തുക്കൾ അത് സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ ഇങ്ങനെ നിരുത്തരവാദപരമായ ഒരു നടപടി ഉണ്ടാകാൻ പാടുണ്ടോ? തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ സർക്കാർ അടക്കമുള്ളവർ പ്രതിസ്ഥാനത്ത് നിൽക്കുകയല്ലേ? തീർച്ചയായും. ഇപ്പോൾ പുതിയ സർക്കാർ വന്നിട്ട് ഏതാണ്ട് 2 ആഴ്ചയായുള്ളൂ. നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല, അവരെ നമുക്ക് പഴി പറയാൻ സാധിക്കില്ല. പക്ഷേ കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ച സർക്കാരിന് ഈ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയും ഇല്ലായിരുന്നു. അല്ല, ഇത് ഇവിടുത്തെ ഭരണപരാജയം തന്നെയാണ്. നേരത്തെ അങ്ങ് പക്ഷേ സൂചിപ്പിച്ചതുപോലെ അതൊക്കെ ഈ ഭരണസമിതിയുടെയും ഉപദേശക സമിതിയുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? അങ്ങനെ ഒരു കാര്യവും കൂടി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. ഈ അത്തരം വീഴ്ചകളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അക്കാര്യത്തിലൊന്നും യാതൊരു തർക്കവും ഇല്ല. പക്ഷേ ഞാൻ പറയുന്നത് നേരത്തെ അങ്ങ് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ അത്തരം കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നത്, അവിടെ ഈ CCTV ക്യാമറ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് ഈ പറയുന്ന ഭരണസമിതിയൊന്നുമല്ല. അന്ന് കേരള പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ്, സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലാണ് അവിടുത്തെ CCTV ക്യാമറകളും സുരക്ഷാ സംവിധാനവും ഒക്കെ എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചത്. കേരള പോലീസ് അന്ന് DGP ആയിരുന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ള പോലീസിന്റെ ഉന്നത വിഭാഗമാണ് അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് നടത്തിയിട്ട് അന്ന് അവർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയത്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഭാഗത്ത് അത്തരത്തിലുള്ള വീഴ്ചകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ്. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു ആശങ്കയും ഇല്ല. അത് കൃത്യമായി നടപ്പിലാക്കണമെന്ന് അഭിപ്രായമുള്ള സംഘടന തന്നെയാണ് ഞങ്ങൾ. പക്ഷേ അതിൻ്റെയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായി പഠിച്ച് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ള
സംവിധാനം ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനത്തിനും ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവർ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അവരുടെ ശ്രദ്ധ പതിയാതെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു ടീം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അത്തരത്തിലുണ്ടാകണമല്ലോ. കാരണം ലോക പ്രശസ്തമായ ക്ഷേത്രത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി വരെ സമാധാനം പറയേണ്ടതാണ്. അതെ, അത്തരമൊരു സുരക്ഷയുള്ള ക്ഷേത്രത്തെ സംബന്ധിച്ചും അവിടെ നിരവധിയായിട്ടുള്ള ലംഘനങ്ങൾ നടന്നിട്ടുണ്ട്. ആചാര ലംഘനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അറിഞ്ഞും അറിയാതെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ സുരക്ഷാ സംവിധാനം, ഈ പോലീസ് സംവിധാനം വളരെ നിഷ്ക്രിയമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതിനെന്തുകൊണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ വരുന്നില്ല? വളരെ ഗൗരവത്തോടുകൂടി ഈ ഇന്റലിജൻസ് സംവിധാനം ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നു. അവിടുത്തെ ഈ പോലീസിൻ്റെ തന്നെ ഇൻ്റലിജൻസ് സംവിധാനം രണ്ട് രീതിയിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് അവിടുത്തെ ലോക്കൽ പോലീസുമായിട്ട് അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ സുരക്ഷാ സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻ്റലിജൻസ് സംവിധാനമല്ല ഈ റിപ്പോർട്ട് മുകളിലോട്ട് കൊടുത്തിട്ടുള്ളത്. അവിടുത്തെ DCP അറിഞ്ഞിട്ടല്ല ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതിൻ്റെ പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്ന് ഞാൻ വീണ്ടും, കൃത്യമായ ഒരു അജണ്ടയോട് കൂടിയാണ് ഈ റിപ്പോർട്ട് കൃത്യമായ അജണ്ടയുണ്ട്. അക്കാര്യത്തിൽ ആ അജണ്ടയും കൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കാരണം ഇവിടെ ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും, അതായത് ഒരു മൂന്നാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തുമെന്ന് അവർ 100% വിശ്വസിച്ചുകൊണ്ടാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് അണിയറയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ എത്തുമ്പോൾ സുപ്രീം കോടതിയിൽ കേരള സർക്കാർ ഒരു ഇൻ്ററിംഗ് പെറ്റീഷനുമായി മുന്നോട്ട് പോകും. കാരണം അവിടെ ക്ഷേത്രത്തിൻ്റെ ഭരണം ഇന്ന് കെടുകാര്യസ്ഥതയാണ്, അവിടെ ആചാര ലംഘനമുണ്ട്, മോഷണമുണ്ട്. അതുകൊണ്ട് ഈ ഭരണ സംവിധാനത്തിന് ക്ഷേത്രത്തെ സുതാര്യമായി കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കണമെങ്കിൽ, അങ്ങനെ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അത് വാക്കാൽ പറഞ്ഞാൽ പോരാ, അതിന് ഇത്തരം ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെ സഹായം സർക്കാരിന് ആവശ്യമുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് തയ്യാറാക്കി എന്നാണ് ഞങ്ങൾ ആരോപിക്കപ്പെടുന്നത്. അത്തരത്തിലൊരു ഹിന്ദു ഐക്യവേദി ആരോപിക്കുന്നത് അത്തരത്തിൽ ആ ഒരു ക്ഷേത്രത്തിൻ്റെ സർക്കാരിന് അനുകൂലമായ രീതിയിൽ ഈ നിലവിലെ ഭരണസമിതിക്ക് വീഴ്ചകളുണ്ടെന്നും നിലവിലെ ഭരണസമിതിക്ക് സുതാര്യമായി ക്ഷേത്രഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നും സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നാണ് ഹിന്ദു ഐക്യവേദി ആരോപിക്കുന്നത്. കാരണം അങ്ങനെ ഒരു നിഗമനത്തിലെത്തുവാൻ നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അവിടെ ക്ഷേത്രത്തിൽ നിന്ന് അതെന്തിനായിരിക്കും അങ്ങനെ സുപ്രീം കോടതിയിൽ ഇത് ബോധ്യപ്പെടുത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? സർക്കാർ എന്തുദ്ദേശിച്ചാണ്? അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം സർക്കാരിൽ നിക്ഷിപ്തമാക്കുവാൻ വേണ്ടി നിലവിലെ ഭരണസമിതിയിൽ നിന്ന് ഈ ഭരണം ക്ഷേത്രം സർക്കാർ ഏറ്റെടുക്കണം. ഏറ്റെടുത്താൽ സ്വാഭാവികമായിട്ടും ഏത് സർക്കാർ വന്നാലും ആ സർക്കാരിൻ്റെ എല്ലാം കണ്ണ് പത്മനാഭസ്വാമിയിലല്ല, അവിടെ നിലവറകളിലുള്ള സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ ഇവരെല്ലാം മുന്നോട്ട് പോയത്. കണ്ണവിടെയാണ്. ഇക്കാര്യത്തിലാണ് ഗവൺമെന്റിന്റെ കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഈ 78 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ഒന്ന് പറഞ്ഞിരിക്കുന്നത്. അത് എവിടെ എങ്ങനെ പോയി എന്ന് പറയാനുള്ള ഉത്തരവാദിത്ത റിപ്പോർട്ടിൽ തയ്യാറാക്കിയ ഉദ്യോഗസ്ഥനില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അവിടെ മറ്റൊരു കാര്യം എവിടെ എന്ന് മാത്രമല്ല, എങ്ങനെ, അതായത് ഏത് ഇപ്പൊ തന്നെ ക്ഷേത്രത്തിനുള്ളിൽ ഉപയോഗിക്കുന്ന ആഭരണങ്ങളുണ്ട്, നിത്യപൂജയ്ക്കുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതുണ്ട്, അല്ലാതെയുള്ളത് പ്രത്യേക ദിവസങ്ങളിൽ മാത്രം ചാർത്തുന്നതുണ്ട്, പിന്നെ അവിടുന്ന് എടുക്കാത്ത, അതായത് നിലവറയ്ക്ക് ഉള്ളിൽ തന്നെ സുരക്ഷിതമായി വച്ചിരിക്കുന്നതുണ്ട്. ഇതിലേത് സ്വർണ്ണമാണ് പോയത് എന്ന് പറയാനുള്ള ബാധ്യത തീർച്ചയായിട്ടും അങ്ങനെ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവർക്ക് ഉണ്ട്. അതാ ഞാൻ ഈ 78 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിൽ, ആ റിപ്പോർട്ടിൽ അത് സൂചിപ്പിക്കണം. 1. 2 എന്ന് പറയുന്നത് അവിടെ വൈരനാമം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ വൈരനാമവും ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭഗവാന് ചാർത്തുന്ന വിശേഷ ദിവസങ്ങളിൽ ചാർത്തേണ്ട ആഭരണങ്ങളും അതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ നമ്പിയാണ്. പെരിയ നമ്പിയുടെ കൈവശം അവരുടെ ലോക്കറിൽ ക്ഷേത്ര ശ്രീകോവിലിനുള്ളിലിരിക്കുന്ന സാധനം നഷ്ടപ്പെട്ടു എന്ന് എങ്ങനെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയാൻ സാധിക്കുക? തീർച്ചയായിട്ടും അതിന് പെരിയ നമ്പിയെ ചോദ്യം ചെയ്യുക, അദ്ദേഹത്തിൻ്റെ മൊഴി എടുക്കുക, അദ്ദേഹത്തിൻ്റെ ഇനി പെരിയ നമ്പി ഇക്കാര്യങ്ങൾ
അവിടെ ഏൽപ്പിക്കേണ്ടത് ക്ഷേത്രത്തിൻ്റെ മുതൽപ്പടിയോടാണ്. അപ്പോൾ മുതൽപ്പടിയോടോ നമ്പിയോടോ കാര്യങ്ങൾ അന്വേഷിക്കാതെ ഏകപക്ഷീയമായി, കാരണം ഇതെല്ലാം അവിടെ കണ്ട് ബോധ്യപ്പെട്ടതായിട്ട് ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അതായത് ജില്ലാ ജഡ്ജി ചെയർമാനായിരിക്കുന്ന ഭരണസമിതി നേരിട്ട്, ഇപ്പോഴത്തെ ജില്ലാ ജഡ്ജി നേരിട്ട്, ഞാൻ അത് ആ പത്രക്കുറിപ്പിലുണ്ട്, ഞാനത് വായിച്ചായിരുന്നു. അപ്പോൾ ഇത് ആരെ പറ്റിക്കാനാണ്? ജനങ്ങളുടെ മുന്നിൽ ആശങ്കയുണ്ടാക്കി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ബോധപൂർവമായ കേരള പോലീസ് ഇന്റലിജൻസിന്റെ ഒരു ശ്രമമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ. ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു അത് വാസ്തവത്തിൽ എന്ന് വേണം അനുമാനിക്കേണ്ടത്. ശരി, ഞാൻ മറ്റൊരു സംശയം കൂടെ ചോദിക്കട്ടെ. ഒരു ജില്ലാ ജഡ്ജി ചെയർമാനായിരിക്കുന്ന ഭരണസമിതിക്ക് വിരുദ്ധമായി ഇത്തരത്തിലൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുക്കുന്നത് വാസ്തവത്തിൽ അത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയല്ലേ? അത് നിയമലംഘനമല്ലേ? നിയമലംഘനമായതുകൊണ്ടാണ് ക്ഷേത്ര ഭരണസമിതി രേഖാമൂലം ഇത്തരം ഇന്റലിജൻസ് റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പരാതി കൊടുത്തിരിക്കുക ഗവൺമെന്റിലോട്ട്. അത് ശരി, അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു ചിത്രം കിട്ടിയിരുന്നില്ല. ഭരണസമിതി അത്തരത്തിലൊരു തീരുമാനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കേരള പോലീസിൻ്റെ ശുഷ്കാന്തി ഈ ക്ഷേത്രത്തോടും ഇവിടുത്തെ ആചാരങ്ങളോടും ഉണ്ടെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ആകെ ഈ പറയുന്ന ഇത്തരം സാധനങ്ങളെല്ലാം മോഷണപ്പെട്ടുവെങ്കിൽ എന്തുകൊണ്ട് പോലീസ് FIR രേഖപ്പെടുത്തുന്നില്ല? അവിടെ ഏതാണ്ട് 220 പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഒരു DCP ഉൾപ്പെടെ 220 പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു സ്ഥലത്ത് ഒരു കളവ് നടന്നു എന്ന് പോലീസിന് ബോധ്യപ്പെട്ടാൽ എന്തുകൊണ്ടാണ് FIR എടുക്കാത്തത്? ഇവർ നിരവധിയായിട്ടുള്ള സാധനങ്ങൾ അങ്ങ് ഉൾപ്പെടെ ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇത്തരം സാധനങ്ങളെല്ലാം മോഷണം പോയി എന്നുള്ളത്, എന്തുകൊണ്ട് FIR എടുക്കുന്നില്ല? അപ്പോൾ ആകെ അവിടെ ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ അത് പുറത്തു വരണ്ടേ? എന്തുകൊണ്ട് അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ? ഈ ഇല്ലാത്ത വ്യാജ കഥകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾ, അവരുടെ ആ മാധ്യമങ്ങൾക്ക് ധാർമ്മിക ബോധമുണ്ടെങ്കിൽ അവിടെ നടത്തിയിട്ടുള്ള കൃത്യമായ ആ കളവുകൾ, മോഷണം, അതിൻ്റെ FIR രേഖപ്പെടുത്തുകയും അതിൻ്റെ മുന്നിൽ അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്താൻ എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല? അപ്പോൾ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. അതിൽ മാധ്യമങ്ങളും പോലീസിൻ്റെ സംവിധാനവും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരു കാര്യം കൂടി, ഈ സ്വർണ്ണദണ്ഡുമായി ബന്ധപ്പെട്ട FIR എടുത്തിട്ടുണ്ട്. ആ അന്വേഷണം എന്തുകൊണ്ടാണ് മുമ്പോട്ട് പോകാത്തത്? വിചിത്രമായ നടപടിയാണ് അവിടെ നടക്കുന്നത്. ഞാൻ പറയുന്നത്, അവിടെ സ്വർണ്ണദണ്ഡുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയം ഉണ്ടായ സമയത്ത് അവിടെ ചില പോലീസ് മുൻകരുതലുകൾ എടുത്തു. ഇനി മുതൽ അത്തരത്തിൽ നടക്കാതിരിക്കാൻ. ആ മുൻകരുതൽ എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ സുരക്ഷ, അതായത് ക്ഷേത്രത്തിൻ്റെ ജീവനക്കാരെ മുഴുവൻ ഡ്യൂട്ടിക്ക് കയറുമ്പോഴും തിരിച്ചിറങ്ങുമ്പോഴും അവർ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാകണം. എന്നാൽ അതേ സ്ഥലത്ത് അതേ പോയിന്റിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് അവിടെ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ ഒരു പരിശോധനയുമില്ല. ഇത് രണ്ട് നീതി, ഇരട്ട നീതിയല്ലേ? അപ്പോൾ എപ്പോഴും അവിടുത്തെ ക്ഷേത്ര ജീവനക്കാരെ സംശയത്തിൻ്റെ നിലയിൽ നിർത്തുമ്പോൾ എങ്ങനെയാണ് അത്തരം പരിശോധന ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഡ്യൂട്ടി ചെയ്യുന്ന? അത് തീർച്ചയായിട്ടും ന്യായമായൊരു കാര്യമാണ്. അതിനകത്ത് ഔദ്യോഗികമായ ആവശ്യങ്ങൾക്ക് പ്രവേശിക്കുന്നവരാണെങ്കിൽ പോലും ഇപ്പോൾ പെരിയ നമ്പി ഉൾപ്പെടെയുള്ളവരെ പരിശോധിച്ചിട്ടാണ് അകത്തേക്ക് വിടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരിച്ചിറങ്ങുമ്പോഴും ആ പരിശോധനാ ക്രമങ്ങൾ ഉണ്ട് എന്ന് കേൾക്കുന്നു. നമ്മളത് നേരിട്ട് കാണുന്നില്ല. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർക്കും തീർച്ചയായിട്ടും പരിശോധന ആവശ്യമാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കാൻ ന്യായമൊന്നും കാണുന്നില്ല. അതെ, അപ്പോൾ ഇത്തരത്തിലൊരു ഇരട്ടത്താപ്പാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്നത്. അവിടെ ഈ റിപ്പോർട്ടിൽ പറയുന്ന സ്വർണ്ണവിളക്ക് അവിടെ നിന്ന് മോഷണം പോയി. അപ്പോൾ ഈ വൈരനാമവും എൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത്, അവിടുത്തെ ഈ വൈരനാമത്തിലും ഈ സ്വർണ്ണവിളക്കിലും ചില കേടുപാടുകളുണ്ടായി. കേടുപാടുകൾ ഉള്ളത് അത് ഭഗവാന് സമർപ്പിക്കാതെ അവിടുത്തെ ലോക്കറിൽ വെച്ചിട്ട് അതിന് പകരം വെള്ളി വിളക്കും ഈ വെക്കാത്തതാണ് ഇത്തരം ഇന്റലിജൻസ്. മാത്രം ഇത്രയും നിരുത്തരവാദപരമായിട്ടുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടാണ് തയ്യാറാക്കി. ഇപ്പോൾ മനസ്സിലായി. അതായത് നമ്മൾ ദേവന് സമർപ്പിക്കുന്ന വസ്തുക്കൾ കേടുപാടുകൾ ഉള്ളതാകാൻ പാടില്ല. അത് എല്ലാ ക്ഷേത്രങ്ങളിലെയും ആചാര സംബന്ധമായ ഒരു വിഷയമാണ്. അങ്ങനെ ചെയ്യുന്നത് ദോഷമാണെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. അവരുടെ സങ്കല്പം അതാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അത് നിഷ്കർഷിക്കുന്നുമുണ്ട്. അപ്പോൾ അതിന് പകരം ഈ കേട് വന്നത് നന്നാക്കി എടുക്കാൻ സാധിക്കാത്തതായിരിക്കും ഒരു പക്ഷേ, നമുക്കറിയില്ല. അതിന് പകരം ഈ വെള്ളി വിളക്ക് അവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിനെ ഒരു
വ്യാജ വാർത്തയുടെ വകുപ്പാക്കി മാറ്റി ഈ സ്വർണ്ണവിളക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു തരത്തിലേക്ക് പോയതായിരിക്കാം ഒരു പക്ഷേ. പോയതാണ്. കാരണം അതുകൊണ്ടാണ് ഭരണസമിതിക്ക്, ഞാൻ പറഞ്ഞല്ലോ, ആ ഭരണസമിതിക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുക്കേണ്ടി വന്നത് അതുകൊണ്ടാണെന്നാണ് താങ്കൾ പറയുന്നത്. ഭരണസമിതി നേരിട്ട് ബോധ്യപ്പെടുത്തതിന് ശേഷമാണ് അത്തരത്തിലൊരു പത്രപ്രസ്താവന ഇറക്കിയെന്നാണ് ഭരണസമിതി അവകാശപ്പെടുന്നത്. അല്ല, അത് ജില്ലാ ജഡ്ജിയുടേതാണ്. തീർച്ചയായിട്ടും നമുക്ക് അതിനെ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. തിരുവനന്തപുരം, അതാണ് ഞാൻ പറഞ്ഞത്, സുപ്രീം കോടതി വിധി കൃത്യമായിട്ട് അവിടുത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കാത്ത ചില അവരുടെ വിചാരങ്ങളിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ. കാരണം റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയും നിലവിലെ സിറ്റിംഗ് ജഡ്ജിയും ചെയർമാനായിട്ടുള്ള 2 സമിതികൾ നിൽക്കുന്നിടത്ത് ഇത്തരം ഒരു വീഴ്ച ഉണ്ടാകാൽ കൃത്യമായി അത് റിപ്പോർട്ട് ചെയ്യപ്പെടുക എന്നുള്ളത് അവരുടെ ചുമതലയാണത്. അതെ അതെ, അത് ഒളിച്ചു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അവരുടെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്നതാണ്. നമ്മുടെ നിയമ സംവിധാനത്തെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ ചില തൽപര കക്ഷികൾ ചില ഗൂഢാലോചനയുടെ പുറത്ത് നടത്തിയിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളെ ഇവിടുത്തെ മാധ്യമങ്ങൾ അതിൻ്റെ നിജസ്ഥിതി അറിയാതെ വളരെയധികം ഹൈപ്പ് കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ഭക്തജന സമൂഹത്തിൻ്റെ മനസ്സുകളിൽ ആശങ്ക സൃഷ്ടിക്കുവാനും എപ്പോഴും പത്മനാഭസ്വാമി ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തുവാനുമുള്ള ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ച് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും വിവിധ സ്ഥാവര ജംഗമ വസ്തുക്കൾ, അങ്ങനെ തന്നെ പറയണം, ഭൂമി ഉൾപ്പെടെയുള്ളവ ഉണ്ട് എന്നാണ് നമ്മളെല്ലാവരും അറിയുന്നത്. ഇതൊക്കെ ഇപ്പോഴും അതേ അളവിൽ തന്നെ ഉണ്ടോ, അതോ ഇതിനെന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞതുപോലെ കയ്യേറ്റത്തിന് വിധേയമായിട്ടുണ്ടോ, ആരെങ്കിലും ഇത് തട്ടിയെടുത്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ 2013 ശേഷം ഇക്കാര്യത്തിലൊക്കെ എന്തെങ്കിലും, അതായത് സുപ്രീം കോടതിയിലെ കേസ് വിധിയായതിനു ശേഷം ഇതിലൊക്കെ എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ തിരിമറി വല്ലതും നടന്നിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഹിന്ദു ഐക്യവേദിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രവും അല്ലാതെ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളത് ഞാൻ എൻ്റെ അറിവിലുള്ള കാര്യമാണ്. ഒന്ന് അവിടുത്തെ ഒരു പാഞ്ചജന്യം കല്യാണ മണ്ഡപം, മറ്റൊന്ന് വലിയ ശാല, ഏതാണ്ട് ഒരു 10 സെൻറ്റിനകത്തുള്ളൊരു ഭൂമി. അതിനപ്പുറത്തേക്ക് ക്ഷേത്രത്തിന് നേരിട്ട് ഉള്ള ഒരു കാര്യവും ഉള്ളതായിട്ട് എൻ്റെ അറിവിൽ ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് അതിന് പുറത്ത് കുറേ കാര്യങ്ങളൊക്കെ ട്രസ്റ്റിന്, അല്ല തമിഴ്നാട്ടിലും ഒക്കെ ഇപ്പം നമ്മൾ ഈ പൂജവെപ്പിന് വിഗ്രഹങ്ങൾ എഴുന്നള്ളി വരുന്ന ക്ഷേത്രം, അവിടെ പിന്നെ കുമാരകോവില്, അതുപോലെ പിന്നെ പത്മനാഭപുരം കൊട്ടാരം, ഇവിടെയൊക്കെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളാൽ ബന്ധിതമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ആചാരങ്ങളാൽ ബന്ധിതമാണ്, പക്ഷേ അവിടുത്തെ സ്വത്തിലോ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നതോ ഇവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെ കീഴിലോ അതൊന്നും പ്രവർത്തിക്കുന്നു. ആചാരപരമായ കാര്യങ്ങളിൽ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ക്ഷേത്രത്തിനെ സംബന്ധിച്ചും താങ്കൾ ഈ പറഞ്ഞ അത്രയും വകകൾ മാത്രമായിട്ടാണ് എൻ്റെ അറിവിൽ ഞാൻ കേട്ടിട്ടുള്ളൂ. എന്തായാലും ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച് ഇത്തരത്തിൽ ദുരൂഹമായ കാര്യങ്ങൾ വരുന്നത് ഒട്ടും ആശാവഹമല്ല. അത് ഈ താങ്കൾ പറഞ്ഞതുപോലെ ഭക്തരുടെ ഉള്ളിൽ വലിയ സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ വരുന്നു, അതിൽ മുൻ സർക്കാരിന് നിക്ഷിപ്തമായ താല്പര്യങ്ങളുണ്ടെന്ന് വരുന്നു. ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു ക്ഷേത്രം നിലനിൽക്കുന്നത് ഭക്തരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് അതിൻ്റെ സങ്കല്പം. ക്ഷേത്ര ചൈതന്യം ഭക്തരെ കാത്തുരക്ഷിക്കും എന്നാണ് ചിരപുരാതനമായ നമ്മുടെയൊക്കെ സങ്കല്പം. അപ്പോൾ അതിനൊക്കെ ദോഷം വരുത്തുന്ന, അതിനൊക്കെ ഭംഗം വരുത്തുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹിന്ദു ഐക്യവേദി ഈ കാര്യത്തിൽ വളരെ ശക്തവും കർശനവുമായ നിലപാടെടുത്ത് അങ്ങേയറ്റം സുതാര്യമായി ഈ വിഷയങ്ങളിൽ ഇടപെടുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ കീർത്തി അത് ലോകമെങ്ങും നാൾക്കുനാൾ വർദ്ധിച്ചു വരട്ടെ എന്നാണ് നമ്മുടെയും ആഗ്രഹം. നമ്മളോടൊപ്പം അല്പസമയം ചെലവഴിച്ചതിന് അങ്ങേക്ക് നന്ദി. നമസ്കാരം.